ഒരു കല്യാണ പരിപാടിക്ക് വേണ്ടിയിട്ടല്ല ഇത്രയും തോനെ ചെമ്പിൽ ബിരിയാണി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ ബിസ്മില്ല ഹോട്ടലിൽ നല്ല കല്യാണ ബിരിയാണി വെച്ചാണ്. അപ്പൊ ഞാനും ഡോളിപ്പോ ഉള്ളത് നമ്മളെ പാങ് ചേണ്ടിയുള്ള ബിസ്മില്ല ഹോട്ടലിലാട്ടോ. ഞാൻ എങ്ങോട്ട് പോയാലും ഡോളിന്റെ പിന്നാലെ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ഓൾക്കേ അതുകൊണ്ട് തന്നെ നമ്മളെ ബിസ്മില്ല ഹോട്ടലിന്റെ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ് ബിരിയാണി. ചില ഹോട്ടലിലൊക്കെ ഉണ്ടാവും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താലും കുട്ടൻ ബിരിയാണി ഓർഡർ ചെയ്താലും മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്താലും റൈസ് എല്ലേതും ഒന്നേക്കാൾ. ഇവിടെ അങ്ങനെ ഒന്നല്ല, ഒക്കെ ഒന്ന് രണ്ട് ചെമ്പ് വീതാണ്ട് വെക്കും. അത് നമ്മൾ ബിസ്മില്ല ഹോട്ടലിന്റെ ഉള്ളിലേക്കാണ് കയറിയ ഒരു കല്യാണ പന്തൽ കയറിയ മണം അങ്ങോട്ട് കിട്ടും. ആ മണം അങ്ങനെ കിട്ടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കണ്ട. അങ്ങനെ ഇക്കും ഓൾക്കും പാടി ഒരു ചിക്കൻ ബിരിയാണി ഒരു കുട്ടൻ ബിരിയാണിയാണ് പറഞ്ഞു. സംഭവം നമ്മളെ നാട്ടിലത്തെ കല്യാണത്തിന് പോയാൽ കിട്ടുന്ന അതേ ബിരിയാണി. അതെങ്ങനെ എത്ര കറക്റ്റിൽ ഇവർക്ക് കല്യാണ ബിരിയാണിന്റെ ടേസ്റ്റ് കിട്ടുന്നത് വെച്ചാൽ ഇവർക്ക് ഇത് മാത്രമല്ല പരിപാടി, ഇതിന്റെ കൂടെ കാറ്ററിംഗ് പരിപാടിയും പാടിയുണ്ട്. ഒരു കല്യാണ ബലാണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ എന്റെ A to Z പരിപാടികളെല്ലാം നല്ല വൃത്തിക്കും വെടിപ്പായിട്ടാണ് ചെയ്തത്. ഓൽക്ക് ഇതിൽ പരിപാടി ഏൽപ്പിച്ചു കൊടുക്കേണ്ടി പോലെ നമ്പർ ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട്, പോയി വിളിച്ചോളൂ. അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ടും തപ്പി വിട്ടു. അപ്പൊ എന്താ അത്രയൊക്കെ തന്നെ നമ്മൾ പോയിട്ട് പിന്നെ അസ്സലാമു അലൈക്കും.